എത്ര കണ്ട സൃഷ്ടി ക്ഷിപ്തവിക്ഷിപ്താദികൾ കൊണ്ട് വളർന്ന് വികസിച്ചു പോകുന്നു, അതനുസരിച്ച് നമ്മൾ അസ്വസ്ഥരാണ്. നമ്മുടെ ചിത്തം ഈശ്വരനെ സൃഷ്ടിക്കും. നമ്മുടെ ചിത്തം അവിടെ ഇരുന്ന് ഈശ്വരനോട് ചേർത്ത് ഒരു ലോകത്തെ നമ്മളുടേതായി സൃഷ്ടിക്കും. അതിനകത്ത് നമ്മൾ ഈശ്വര വിശ്വാസികളെ സൃഷ്ടിക്കും. അതിനകത്ത് നമ്മൾ ശത്രുക്കളുടെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കും, നിരീശ്വര വിശ്വാസികളായവരെ സൃഷ്ടിക്കും. ഇതെല്ലാം നമ്മുടെ ചിത്തത്തിന്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്. അവിടെ നമ്മൾ മതങ്ങളെയും ജാതികളെയും വർഗങ്ങളെയും വർണ്ണങ്ങളെയും സൃഷ്ടിക്കും. ഇതെല്ലാം ഈ ചിത്തത്തിന്റെ കളിയാണ്. കാരണം അവാന്തര പരിണാമത്തിന് സദാ സത്വരജസ്തമസാദികളോട് ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ചിത്തം. ഒരല്പനേരം അതിലേക്ക് ഉറ്റുനോക്കിയാൽ ഇത് മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തി സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ സൃഷ്ടി മാത്രമാണ്. മറ്റൊരാൾക്കും അതിൽ പങ്കില്ല. ഏതു വസ്തു നമ്മോട് ചേരുന്നുവോ ഈ പരിണാമം അനുസരിച്ച് ആ വസ്തു പരിണമിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ പുത്രീ പുത്രന്മാർ, ഇവരൊക്കെ പരിണമിക്കും. ഒരു പ്രാവശ്യം പോലും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒന്നാണ് നമ്മുടെ ചിത്തവൃത്തിയുടെ ഈ പരിണാമ ശൃംഖല. ഇത് പഠിക്കാൻ പോയാലും ആ വഴിയിൽ പോകണമെങ്കിൽ വ്യാസഭാഷ്യവും തത്വവൈശാരദിയും ഒക്കെ വെച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. വളരെ ക്ലിയറായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ചിത്തത്തിന്റെ ഈ പരിണാമങ്ങൾ മുഴുവൻ. അപ്പൊ സൂത്രകാരനും ഭാഷ്യകാരനും നിരോധകാലത്ത് ചിത്ത പരിണാമം എങ്ങനെയെന്ന് മുന്നോട്ട് പറയുന്നുണ്ട്. നിരോധം വരുമ്പോൾ ചിത്ത എങ്ങനെയാണ് പരിണമിക്കുന്നത്? വിഭൂതിപാദം 9-ാം സൂത്രം. വ്യുത്ഥാന നിരോധ സംസ്കാരയോരഭിഭവ പ്രാദുർഭാവവും നിരോധക്ഷണ ചിത്താന്വയോ നിരോധ പരിണാമ. കണ്ടോ സൂത്രം? വ്യുത്ഥാന സംസ്കാരത്തിന്റെ അഭിഭവവും, അഭിഭവം അമർച്ച, അമർച്ച, അമർത്തുക എന്ന് പറയുക. നമുക്കിന്ന് മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും തീരെ അറിയില്ല. മലയാളത്തിൽ തന്നെ പഠിപ്പിക്കുകയും വേണം. അതാണ് ഈ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ല. കളിയല്ല പറഞ്ഞു. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടായി, മാതൃഭാഷ നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായില്ല? അഭിമാനം അറിവല്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ ആകെ ചെയ്തത് ഒരു വിദേശ ഭാഷയിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടായി. വിദേശിക്ക് അവന്റെ ഭാഷയിൽ ഇത്രയും അഭിമാനമില്ല, പക്ഷെ അവന് ഭാഷ അറിയാം. അതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് തന്ന ഏകമെച്ചം. അതുകൊണ്ട് അറിവില്ലാത്ത നിങ്ങളുടെ മന്ത്രിമാർക്ക് നിങ്ങളെ ഭരിക്കാൻ പറ്റി. ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠിക്കാൻ ഇഷ്ടപ്പെടാത്ത അക്ഷരവിരോധികൾ ജനാധിപത്യത്തിൽ അധികാരികളായി വരുമ്പോൾ അവർക്ക് ഭരിക്കാനുള്ളവരെ സൃഷ്ടിക്കാനാണ് വിദ്യാഭ്യാസത്തെ ഇങ്ങനെ ആക്കിയത്. മനസ്സിലായില്ല?
പിന്നെ ഞങ്ങളും കൂടെ ചേർന്നു. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി സ്വർഗം കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് തീരെ വിവരം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടു കൂട്ടരോട് ചേർന്നപ്പോൾ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. ഇതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് അതാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകാനും വിഷമിക്കുന്നത്. പക്ഷെ പഴയ ആളുകളോടാണ് പറയുക അമരുക, അമർച്ച എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഞാൻ ഒരു നിഘണ്ടു കൊണ്ട് വെച്ചുകൊണ്ട് വേണം പഠിപ്പിക്കാൻ. വ്യുത്ഥാന സംസ്കാരത്തിന്റെ അഭിഭവം, ആ പദം ആദ്യം കേൾക്കാൻ തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അമർച്ച പറഞ്ഞു. അപ്പൊ അമർച്ച ഒട്ടും കേട്ടിട്ടില്ല. അഭിഭവവും അമർച്ചയും എന്ന് പറഞ്ഞാൽ അത് അമർന്നു നിൽക്കുക. നിരോധ സംസ്കാരത്തിന്റെ, മറ്റത് അമർച്ചയാകുമ്പോൾ അതിന്റെ എതിർപദം ഉയർച്ചയും കൊണ്ട് നിരോധ സമയത്ത് ചിത്തം നിരോധ പരിണാമത്തെ പ്രാപിക്കുന്നുവെന്നാണ് സൂത്രകാരൻ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ചിത്തത്തിന് മാറ്റം വരുന്നത്. നിരോധ സമയത്ത് വ്യുത്ഥാന സമയത്ത് അതുവരെയുള്ള സംസ്കാരങ്ങൾ അമർന്നിട്ട് നിരോധ സംസ്കാരം ഉയരും. ആ നിരോധ സംസ്കാരം ഉയരുന്ന സമയത്ത് ചിത്തം നിരോധ പരിണാമത്തെ പ്രാപിക്കും. അങ്ങനെ ചിത്തം വൃത്തികൾ നിരുദ്ധമായാലും അത് നിശേഷമല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മാറില്ല. അതുകൊണ്ട് അത് തിരിച്ചറിയുന്നത്. നിശേഷ നിരുദ്ധം വന്നാൽ പരിണാമമില്ല, ചിത്തത്തിനെ പരിണാമമില്ല. അതാണ് ശാന്തി, അതാണ് സമാധി, അതാണ് ഋതംബരാപ്രജ്ഞ, അതാണ് അസംപ്രജ്ഞാതം. യാതൊരു ലാഞ്ചനയുമില്ലാത്ത സമാധി അതാണ്. ഇത് അനുഭവിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് സൂത്രകാരൻ പോയിരിക്കുന്നത്. സകല വൃത്തികളും അടങ്ങിക്കഴിഞ്ഞ് അനുഭവിക്കുന്നത്. ഭാരതീയ ദർശനങ്ങൾ ഈ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വിവേക വൈരാഗ്യാദികൾ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്കിത് അനുഭവിക്കാം. ഇതിന് നിങ്ങൾ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെടേണ്ടതില്ല. പെട്ടാലും വിരോധവുമില്ല. അത് കൂട്ടിച്ചേർക്കണം ഇപ്പോഴായതുകൊണ്ട്. മനസ്സിലായില്ല? കാരണം ആദ്യത്തത് വെച്ചാണെങ്കിൽ നിങ്ങൾ പോയി ഇന്ന് തന്നെ സോഷ്യൽ നെറ്റ്വർക്കിൽ ഇത് മതത്തിനെതിരാണ് എന്നുള്ള മറ്റുള്ള ഒറ്റ എണ്ണ തട്ടും. എന്നിട്ട് അടിയിൽ സ്വാമി പറഞ്ഞു എന്നും പറയും. മനസ്സിലായില്ല? അത് കാര്യമേ അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം നിങ്ങൾ യാദൃച്ഛികമായി ഏതോ അച്ഛനും അമ്മയ്ക്കും ജനിച്ചു. അയാൾക്കൊരു അച്ഛനും അമ്മയ്ക്കും ഒരു ജാതി ഉണ്ടായിരുന്നു, ഒരു മതം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ ആ ജാതിയോ മതമോ ആയി. അങ്ങനെയാണ് കുറേ പേർ. മനസ്സിലായില്ല? കുറേ പേരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചു പോകുന്നതിനിടയ്ക്ക് ഏതോ ഒരു ജാതിയോട് അഭിമാനം തോന്നി, അതുകൊണ്ട് ആ ജാതിക്കാരനായി അഭിമാനിച്ചു വളരാൻ തുടങ്ങി. മനസ്സിലായില്ല? അങ്ങനെ കുറേ ജാതിക്കാരുണ്ട്. സ്വരം കയറി നായന്മാർ എന്നൊക്കെ പറയും. കേട്ടിട്ടില്ല? അങ്ങനെ ഒരു ജാതിയെ പറ്റി കേട്ടിട്ടില്ല. പഴയ പിന്നെ ഈ കുടിയേറ്റ കർഷകർ തെക്കൻ കേരളത്തിൽ നിന്ന് ഇങ്ങനെ കയറുന്ന സമയമുണ്ട്. ഈ പാലക്കാട്, മറ്റേ വയനാട് മുതലായ ജില്ലകളിലേക്ക് അങ്ങനെ കയറിയ സമയത്ത്, കാരണം അവിടെ ചെന്ന് കൂടിയതൊരു ജാതിയുടെ അടുക്കലാണ്. അവിടെ ചെന്ന് കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം വീട്ടിൽ വരാൻ തുടങ്ങി. ഇയാൾ നല്ല അധ്വാനിയാണ്, നല്ല പൈസയൊക്കെ ഉണ്ടാക്കിയപ്പം എല്ലാവരും വരാൻ തുടങ്ങി. അപ്പോൾ ഒടുവിൽ അവിടെ തന്നെയുള്ള ഒരു ലോക്കൽ സമ്പന്നൻ്റെ മകളെ കല്യാണം കഴിച്ചു. കയറിയ ആൾ ജാതിയിൽ താന്നയാളാണ്. അവിടെ ഇരിക്കുന്നത് ജാതിയിൽ മുന്തിയ ഒരു നമ്പ്യാരുടെ മോളെ കല്യാണം കഴിച്ചു. മനസ്സിലായില്ല? നമ്പ്യാരാണെങ്കിൽ അവിടുത്തെ NSSന്റെ പ്രമുഖനുമൊക്കെയാണ്. വിവാഹമൊക്കെ കഴിച്ചു. വീട്ടുകാരും നാട്ടുകാരുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ അവിടുത്തെ NSSന്റെ പ്രസിഡന്റുമായി.
മനസ്സിലായില്ല. പ്രസിഡന്റും ഒക്കെ ആയിക്കഴിഞ്ഞ് ഒരു ദിവസം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോ ബന്ധുക്കൾ തപ്പിപ്പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴവിടെ NSS പ്രസിഡന്റായിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഈ പഴയ ആള് എങ്ങനെയാണ് ഈ NSS പ്രസിഡന്റ് വരെ ആയത് എന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചുരം കയറി നായർ വിഭാഗത്തിലാണ്. ഈ ചുരം കയറിയപ്പോൾ ഇങ്ങനെയാണ് പലരും. ഇതൊക്കെ വെറും അഭിമാനം മാത്രമാണ് ചിത്തത്തിൻ്റെ. നിങ്ങളുടെ എല്ലാ ജാതീയവും മതപരവും വർഗപരവും വർണ്ണപരവുമായ എല്ലാത്തരം വിശ്വാസങ്ങളും പ്രമാണങ്ങളും ചിത്തത്തിൻ്റെ മാത്രമാണ്. അതിലൊന്നുപോലും നിങ്ങളുടെ ആധ്യാത്മികതയ്ക്കോ നിങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾക്കോ വഴിയല്ല. 1% പോലും വഴിയല്ല. ഇതാണ് വസ്തുത. ഭാഷ്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ള തദാനീം പദത്തിനർത്ഥം നിരോധാവസ്ഥയിൽ അല്ലാതെ വ്യുത്ഥാനാവസ്ഥയിൽ എന്നല്ല. നിരോധാവസ്ഥയിൽ എന്ന് തന്നെയാണ്. നിരോധാവസ്ഥയിൽ എന്ന് ആണ് തദാനീം, അതായത് സർവവൃത്തി നിരോധരൂപമായ അസംപ്രജ്ഞാത സമാധിയിൽ. അവിടെ ചൈതന്യം മാത്രമേ ഉള്ളൂ. ചിത്തത്തിൻ്റെ വിദ്ധിതാവസ്ഥയില്ല. ചിത്തം വിദ്ധിതമാകുന്നത് വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ്. വിവേകഖ്യാതിയിലോ വിഷയഭോഗങ്ങളിലോ പെടുമ്പോഴാണ്. പുരുഷാർത്ഥം ഉള്ളപ്പോഴാണ്. അർത്ഥം വിഷയം അത് വേറിട്ട് മനസ്സിലാക്കുന്ന അവസ്ഥ. മറ്റേ പുരുഷാർത്ഥം എന്ന പ്രയോഗത്തിലുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിതിശക്തി രൂപമായ പുരുഷന്റെ ശാന്തവും ഘോരവും മൂഢവുമായ ഭാവങ്ങളൊന്നുമില്ലാതെ നിർവിഷയ ചൈതന്യം മാത്രം പ്രകാശരൂപത്തിൽ അവസ്ഥിതി ഉളവാകുന്നു. ഇതാണ് ഇവിടെ താല്പര്യം. അത് ഇടയ്ക്കൊക്കെ ഒരു അല്പം അനുഭവിക്കും യോഗശാസ്ത്രത്തിൻ്റെ യമം മുതൽ. അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിൽ ഒരിക്കൽ താല്പര്യം സൈദ്ധാന്തികമായി വന്ന് അതിൻ്റെ പ്രായോഗികതയ്ക്ക് ശ്രമിച്ച് കഴിഞ്ഞാൽ വിട്ടുപോകില്ല. ബാക്കിയെല്ലാം വിഷയങ്ങൾ മാറി മാറി കൊടുക്കണം. ലോകത്ത് വിഷയങ്ങളെ മാറി മാറി കൊടുത്താണ് എല്ലാം നിലനിർത്തുന്നത്. വ്യക്തി ഏതെല്ലാം ഭൗതിക സിദ്ധാന്തങ്ങളോട് ഇടപെട്ടാലും അവയിലൊന്നും ഉറക്കില്ല. ഭൗതിക ശാസ്ത്രങ്ങളെന്ന് പറയുന്നവ ഏവയായിരുന്നാലും അവയെല്ലാം ബോധത്തിൻ്റെ സാധ്യതകൾ മാത്രമാണ്. ബുദ്ധിയുടെ സാധ്യതകൾ മാത്രമാണ്. അവ കൊണ്ടുള്ള ആകെ പ്രയോജനവും തുച്ഛമാണ്.
ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ നിർത്തിയിട്ട് നോക്കുന്നത്. ഇന്നത്തെ വാഹനങ്ങളില്ലാത്ത കാലത്തും ഇന്നത്തെ പോലെയോ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലോ ഇതിനേക്കാൾ കുറഞ്ഞ രീതിയിലോ രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. മനസ്സിലായില്ല? സാധന സാമഗ്രികൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ബുദ്ധി വിഷയങ്ങളായി ഇവയൊക്കെ സമാഹരിച്ച് കണ്ടെത്തിയതുകൊണ്ട് അന്നത്തേക്കാൾ എന്തു മെച്ചമാണ് ജീവിതത്തിൽ കിട്ടിയത് എന്ന് സൂക്ഷ്മമായി ആലോചിച്ചാൽ നിങ്ങളുടെ വൃത്തിയുടെ പ്രിയമനുസരിച്ച് അത് നല്ലതാണെന്നും ഇത് നല്ലതാണെന്നും രണ്ടഭിപ്രായമുണ്ടാവുകയല്ലാതെ ഏക അഭിപ്രായം സ്വരൂപിക്കാനാവില്ല. നിങ്ങൾ കേൾക്കാൻ ഇച്ഛിച്ചതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനൊരു ബുദ്ധിമുട്ടിപ്പം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കുറച്ചു പേർ അതാണ് മെച്ചമെന്ന് പറയുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കുറച്ചു പേർ ഇതാണ് മെച്ചമെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഏക അഭിപ്രായം ഉണ്ടാവില്ല എന്ന് മാത്രമാണ് സത്യം. ശരിയാണോ എന്ന് ആലോചിച്ചു നോക്കും. അന്നും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ. വൃത്തിയിൽ പല മേഖലയിലുമുണ്ടായ ശാസ്ത്രാപഗ്രഥനങ്ങളൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ ആകെ അവൻ ഉപയോഗിക്കുന്നത് കഴിക്കാവുന്ന കുറേ ആഹാരവും കുറച്ചു കാലത്തെ ജീവിതവും മാത്രമാണ്. വേറെ കാര്യമായ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് അവിടെയും അതിൻ്റെ ഗതിവേഗങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകാം എന്നല്ലാതെ ഒരേക അഭിപ്രായത്തിൽ എന്തായാലും എത്തുകയില്ല. വൃത്തി പഴമയെ പുൽകി നിൽക്കുകയാണെങ്കിൽ അതാണ് ശരിയെന്നും പുതുമയെ പുൽകി നിൽക്കുകയാണെങ്കിൽ അതാണ് ശരിയെന്നും വൃത്തിയിലിരുന്ന് ബുദ്ധി വാദിക്കും എന്നല്ലാതെ ബോധ്യപ്പെടുത്താനാവില്ല. രണ്ടു വാദങ്ങളും എതിരാളിയെ ബോധ്യപ്പെടുത്താൻ വാദിക്കുന്നതിനേക്കാൾ കൂടുതൽ എതിരാളിയോടൊപ്പം മറ്റുള്ളവർ പോകാതിരിക്കാൻ വാദിക്കുന്നതുമായിരിക്കും. ശരിയല്ല? അതിൽ വാദിക്കുന്നവന് തന്നെ പലപ്പോഴും ബോധ്യമുള്ളതുമായിരിക്കില്ല. കാരണം ഏത് നിമിഷത്തിലും ഈ വാദിക്കുന്നവൻ മറ്റേ സൈഡിലേക്ക് മാറുകയും ചെയ്യാം. വേറൊരു വൃത്തി വന്നാൽ ഭൗതികമായ ഏത് അറിവിൻ്റെയും തനിക്ക് വെളിയിലുള്ള ബുദ്ധിവൃത്തിയിൽ തോന്നുന്ന ഏതറിവിൻ്റെയും അതുമായി താതാത്മ്യം പ്രാപിച്ച തൻ്റെ ബുദ്ധിയുടെയും പരിമിതി ഇതാണ്. എപ്പോഴാണോ തന്നിലേക്കൊരാൾ തിരിയുന്നത്, ചിതിശക്തി രൂപമായ പുരുഷനിലേക്ക് തിരിഞ്ഞ്
ശാന്തവും ഘോരവും മൂഢവുമായ ഭാവങ്ങളില്ലാത്ത നിർവിഷയ ചൈതന്യത്തെ അങ്ങനൊന്നുണ്ട് എന്നറിയാൻ തുടങ്ങുന്നത്, അവിടെ സംഗതി മാറുക. അതിൻ്റെ ചെറിയൊരളവ്, ചെറിയ അനുപാതത്തിൽ അനുഭവിച്ചു തുടങ്ങിയാൽ പിന്നെ പിന്നോക്കം പോവില്ല. പിന്നെ മുന്നേറുകയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ശാസ്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണിത് പ്രചരിപ്പിച്ചോ മറ്റു തരത്തിലോ ഒന്നും വേണമെന്നില്ല. ഇതിൻ്റെ ഒരു സ്വാദ് ചെറുതായി അനുഭവിച്ചാൽ അവൻ വിട്ടുപോകില്ല. അത് ഒരാൾക്ക് കിട്ടിയാൽ മതി. അയാളിരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തിൽ അതിൻ്റെ ശാന്തി പ്രസരിക്കും. അതല്ല, ഇതിൻ്റെ മഹത്വത്തെ വിഷയീകരിച്ചു പറയുമ്പോഴെല്ലാം ഇത് പഠിക്കുകയില്ല. അവിടെയാണ് മതങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ വഴക്കുണ്ടാക്കുന്നത്. യോഗശാസ്ത്ര ഗ്രന്ഥം എടുത്തു വച്ചിട്ട് നിങ്ങൾക്ക് ആ യോഗശാസ്ത്ര ഗ്രന്ഥത്തെ അവലംബിച്ചൊരു മതമുണ്ടാക്കാം. അതിന് യോഗശാസ്ത്രം പഠിക്കണമെന്നില്ല. മാത്തമാറ്റിക്സ് അസോസിയേഷന് വല്ലതും മാത്തമാറ്റിക്സുമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഒക്കെ തിരഞ്ഞെടുക്കാം. ഫിസിക്കൽ സയൻസ് അസോസിയേഷൻ അല്ലേ? ഇന്റർനാഷണൽ യോഗ അസോസിയേഷൻ. അതൊക്കെ ബുദ്ധിവൃത്തിയിൽ മാത്രം നടക്കുന്ന പ്രക്രിയയാണ്. അവിടെ അതും വിഷയമായി മാറുകയാണ്. അവിടെ ഈ അനുഭവം ഉണ്ടാവില്ല. ചിതിശക്തിയുടെ പ്രകാശസ്വരൂപത്തിൽ അവസ്ഥിതി ഉളവാകുന്നു. ഇവിടെ ഒരു ശങ്ക ഉന്നയിക്കാം. ചിതിശക്തിയുടെ സ്വരൂപത്തെ കാലസീമയിൽ വിഭജിച്ചാൽ ഭൂതം ഭവത് ഭവിഷ്യത്, കാലസീമയിൽ വിഭജിച്ചാൽ ചിത്തത്തിൻ്റെ വ്യുത്ഥാനാവസ്ഥയിൽ, ഇവിടെ കാലമാണ് ചിത്തത്തിൻ്റെ വ്യുത്ഥാനാവസ്ഥ, ചിത്തത്തിൻ്റെ വ്യുത്ഥാനാവസ്ഥയല്ലാത്ത സമാധി അവസ്ഥ. അവിടെ സ്വരൂപത്തിൽ അപ്രതിഷ്ഠിത, നിരുദ്ധാവസ്ഥയിൽ സ്വരൂപത്തിൽ പ്രതിഷ്ഠിത. സ്വരൂപത്തിൽ അപ്രതിഷ്ഠിതയും സ്വരൂപത്തിൽ പ്രതിഷ്ഠിതയും എന്നിങ്ങനെ പ്രാപ്തമാവുന്ന ചിതി ശക്തി പരിണാമിയാവില്ലേ? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ചിതിശക്തിക്ക് പരിണാമമുണ്ടാകുമെന്നാണോ അർത്ഥം? കാരണം വ്യുത്ഥാനാവസ്ഥയിലെ ചിതിശക്തി, സമാധ്യവസ്ഥയിലെ ചിതിശക്തി അതെങ്ങനെയാണ്? ഏകാധിക രൂപം പ്രാപിക്കുന്ന പുരുഷനെ ഒന്നല്ലാതെ ഒന്നിലധികം ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന, രൂപം പ്രാപിക്കുന്ന
കാരണം പുരുഷൻ തന്നെ വ്യുത്ഥാനദശ, പുരുഷൻ തന്നെ സമാധിദശ എന്ന രണ്ട് അവസ്ഥകളിൽ പ്രവർത്തിക്കുമ്പോൾ ഒന്നിലധികം തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പുരുഷനെ പരിണാമി എന്നല്ലേ മാനിക്കേണ്ടത്? അതിൽ വ്യുത്ഥാനദശയിൽ അനേക രൂപങ്ങളിൽ പുരുഷൻ പ്രവർത്തിക്കുന്നില്ലേ? ഏകനായ പുരുഷൻ ബാലനായി, കുമാരനായി, വൃദ്ധനായി കാലങ്ങളിൽ ആടുന്നില്ലേ? ഏകനായ പുരുഷൻ ഭർത്താവായി, മകനായി, അച്ഛനായി മാറുന്നില്ലേ? ഏകനായ പുരുഷൻ ഓരോ വസ്തുവുമായി വികൽപ്പേന താതാത്മ്യം പ്രാപിച്ചാടുമ്പോൾ പുരുഷൻ തന്നെയല്ലേ ആടുന്നത്? അങ്ങനെയാണെങ്കിൽ പരിണാമി എന്ന് പുരുഷനെ മാനിക്കണ്ടേ? ഇത് വേദവിരുദ്ധമാണ്, ഇത് ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രം എന്ന് ഇവിടെ പറയുമ്പോഴെല്ലാം വേദമെന്ന് കരുതിക്കണം. ഏതൊന്ന് ശാസിക്കാൻ പ്രാപ്തമാണോ അതാണ് ശാസ്ത്രം. ഏതൊരറിവാണോ ഒരുവനെ ശാസിച്ച് നന്നാക്കുന്നത് അതുമാത്രമാണ് ശാസ്ത്രം. പക്ഷെ നമ്മൾ ആ പദം പിന്നീട് ഭൗതിക ശാസ്ത്രങ്ങൾക്ക് നൽകിയതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുമ്പോഴൊക്കെ ഓർമ്മ നിങ്ങൾക്കുദിക്കുന്നത് ഭൗതിക ശാസ്ത്രമെന്നാണ്. ഭൗതിക ശാസ്ത്രം ആത്യന്തികമായി ശാസിക്കുന്നില്ല. ഭൗതിക ശാസ്ത്രങ്ങളൊന്നും മാനവനെ പരിണമിപ്പിക്കുന്നില്ല. അവൻ്റെ വൃത്തികളെ മാറ്റാൻ പര്യാപ്തമാകുന്നില്ല. വൃത്തികളെ കലുഷിതമാക്കുന്നേ ഉള്ളൂ. ഭൗതിക ശാസ്ത്രത്തിലുള്ള ഓരോ അറിവും അവനെ വിനയമില്ലാത്തവനാണ് ആക്കുന്നത്. ലോകാരംഭം മുതൽ ഇന്നുവരെ ഭൗതികമായ തനിക്ക് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന അറിവ്, ഭാരതീയമാകട്ടെ അഭാരതീയമാകട്ടെ പൗരസ്ത്യമാകട്ടെ പാശ്ചാത്യമാകട്ടെ ഏതുമാകട്ടെ, ഹൈന്ദവമാകട്ടെ ക്രൈസ്തവമാകട്ടെ ഇസ്ലാമികമാകട്ടെ ഏതുമായിക്കോട്ടെ, ആ അറിവെല്ലാം മനുഷ്യൻ്റെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുകയും ഹിംസയിലേക്ക് കൂട്ടായി കൂട്ടിക്കൊണ്ടുപോവുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. അതിലൊന്നും ഒന്നിനേക്കാൾ മെച്ചമല്ല. ഇത് പെട്ടെന്ന് സ്വീകരിക്കരുത്. ശങ്കയായി പറഞ്ഞ് അതിനുത്തരമായി പറഞ്ഞു വരുന്നതാണ്. നല്ല പോലെ പോയിരുന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഉറപ്പിക്കാവൂ. ഒരു കേൾവിയിൽ എന്നോടുള്ള പ്രിയം കൊണ്ട് ശരിയാണ് എന്ന് തോന്നരുത്. കാരണം നിങ്ങളൊക്കെ ഓരോന്നിനോടൊപ്പം നിൽക്കുന്നവരാണ്. പെട്ടെന്ന് അതൊന്നും വലിച്ചെറിയണ്ട. അതിനോടൊപ്പം നിന്ന് തന്നെ ആലോചിക്കുക. അനുഭവം വന്നിട്ട് മാത്രം സ്വീകരിക്കുക. അതാണ് ഇതിന് എളുപ്പവഴി. എപ്പോഴെല്ലാം ചിതിശക്തിയിലെ പുരുഷൻ വിഷയങ്ങളായ അറിവുകളിലേക്ക് പതിക്കുന്നു, ആ അറിവ് ക്രമാനുഗതമായി വികസിക്കുമ്പോഴെല്ലാം അഹന്ത വർദ്ധിക്കുക.
അഭിമാനം വർദ്ധിക്കുകയാണ്. എനിക്കിന്നതറിയാമെന്ന അഭിമാനവും ഇന്നതെൻ്റെ അധികാരമാണെന്ന അഭിമാനവും ഇന്നതൊക്കെ പഠിച്ച് ഞാൻ യോഗ്യത നേടിയിട്ടുണ്ടെന്ന അഭിമാനവും ഉളവാക്കുന്ന അഹങ്കാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിംസ. എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ സർവകലാശാല തലങ്ങളിൽ ഇന്നോളം നാം പഠിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ